അങ്ങനെ ചമ്മന്തിപ്പൊടി സെറ്റായിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്കാക്കി കുറച്ച് നേരം ഒന്ന് ചൂടാറി, എന്നാലും മിക്സിയിലിട്ട് അടിച്ചല്ലേ, അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നവിടെ ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഒരു 3 സ്പൂണ് ഉഴുന്ന്, എള്ള്, 3 സ്പൂണ് അരി ഇട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ആയി കഴിയുമ്പോൾ ലീവ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. കറി ലീവ്സ്, ചങ്ങലമ്പരണ്ടേൻ്റെ ഇല, നാരകത്തിൻ്റെ ഇല, അങ്ങനെയുള്ള തിങ്സുകൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പച്ചക്കുരുമുളക്, പച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇവയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയിട്ട് കുറച്ച് 2-3 പ്രാവശ്യം വാങ്ങി വെച്ച് ഈ ഉരുളിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീ കയറി പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ വാങ്ങി വെച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യം വാങ്ങി വെച്ച് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരിത് വരും. അത് കഴിഞ്ഞ് തേങ്ങയും മുരിഞ്ഞ് കഴിയുമ്പോൾ മസാലകൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പച്ചക്കുരുമുളക് ചേർത്തുകൊണ്ട് കുരുമുളക് ഇട്ടില്ലേലും പ്രോബ്ലം ഇല്ല. ജീരകം അതിൻ്റെ ഒപ്പം തന്നെ ഇടണം. ഇട്ട് നല്ലൊരു മണം വരും. ഇത് ലാസ്റ്റ് ഫൈനലാകുമ്പോൾ നമ്മൾ ഈ പൊടിയോടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നല്ലൊരു മണം വരും. നമുക്ക് ചുമ, കഫ്, കോൾഡ്, ഇത് കുരുമുളക്, ചുക്ക്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള തിങ്സുകളെല്ലാം വരുമ്പോൾ തന്നെ ചുമ, പനി അങ്ങനെയുള്ള തണുപ്പ് കാലാവസ്ഥകൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇനി ഇത് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. ഒരുവിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഏകദേശം ചൂടൊക്കെ നന്നായിട്ട് ആറി. ഇനി ബോട്ടിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഫൈനലി ബോട്ടിലൊക്കെ നിറച്ചു. നമുക്ക് ഇത്രയും കിട്ടി. ഈ ബോട്ടിലൊരു ഹാഫ്. പുളി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ.